എന്തോ പറഞ്ഞു വിജയ് നമ്മുടെ പാർട്ടിയുടെ കൊടിയാണ് അവർ കൂട്ടും കൂടുന്നത് കേട്ടേ ഇല്ല. പോയിട്ട് കുട്ടികളെ നാളെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി വീട്ടിലേക്ക് തിരക്ക് സഹായിക്കാൻ സഹായിക്കില്ല. അതിന് നടക്കും മക്കളെ പറഞ്ഞിട്ട് കുട്ടികളെ വിളിച്ചു. ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നോ? ശ്വാസം മുട്ടില്ല അപ്പ പറയാൻ സഹായിക്കില്ല. അത്ര ജനങ്ങളുണ്ടായിരുന്നു. നിങ്ങളും അത് അനുഭവിച്ചു? 2 നിമിഷം തന്നെ. കുറച്ച് നമ്മൾ താമസിക്കുന്നത് ഞാനും എൻ്റെ കുടുംബത്തിലും എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. നിങ്ങള് ഈ ജനക്കൂട്ടത്തിനുള്ളിലായിരുന്നു, പിന്നീട് പോയതാണ്. ഇതാ ഈ കുടവൂരിൽ നിന്ന് ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് ഞങ്ങൾ പോയതാണ്. അപ്പൊ ഈ ചൂടും ശ്വാസം മുട്ടലും കൊണ്ട് ജനങ്ങള് ആവികൾ ഒവ്വൊരുത്തരുടെ ആവി കൊണ്ട് സ്മെല്ല് താങ്ങാൻ മുടിയാണ്ട് പോയതാണ്. ഒന്നും ഇല്ലാണ്ടായതാണ്. ഇപ്പൊ ഒന്നുമില്ല. சரியான வெய்யல். 9 மணிக்கே வந்துட்டாங்க கூட்டம். 9 மணிக்கே கூட்டம் வந்துட்டாங்க. நைட் 7 மணிக்கு தான் மீட்டிங் அவர் வராரு. இதெல்லாம் என்ன மக்கள் நெரிசல் அப்படியே ஒட்டி நின்று குழந்தைகள், கை குழந்தைகள். ஆமாம், சாப்பாடு இல்லை, எதுவும் இல்லை, எந்த ஒரு பராமரிப்பு இல்லை. അതേ നടന്നത്. ജിൽസി, ഇതാണ് രാവിലെ 9 മണി മുതൽ ആളുകൾ വന്ന് നിൽക്കുന്നതാണ്. വിജയ് വരുമ്പോഴേക്ക് 6:30. സാജിദ്, അവരോട് ഒരു കാര്യം കൂടെ ചോദിക്കാമോ? അതായത് ഈ ആളുകളൊക്കെ ഈ പാർട്ടി ആഭിമുഖ്യമുള്ള ആളുകളാണോ അതോ വിജയെ കാണാനായിട്ട് പോയതാണോ എന്നുള്ളത് കാര്യം ഒന്ന് ചോദിക്കാമോ? അമ്മ, ഈ ആളുകൾ വന്നില്ലേ? മക്കളെല്ലാവരും പാർട്ടി விஜய் பார்ட்டிக்காரா அதோ விஜயை பாக்குறதுக்கு வந்தது? விஜய் பாக்குறதுக்கு தான் வந்ததுதான். கிரவுட் அதிகமாவே இருந்தது. மார்னிங்கே கிரவுட் பயங்கர கிரவுடா இருந்தது. அந்த சைடு எல்லாமே பிளாக் பண்ணிட்டாங்க ரோடு எல்லாமே. பாக்குறதுக்கு கூட்டம் தான். பார்ட்டிக்கார கம்மியா இல்ல, பாக்குறதுக்கு சும்மா கும்பலு தான், தாங்க முடியாம தான் எல்லாம் தள்ளு முள்ளு. அது காரணம் போலீஸ் பாதுகாப்பு കമ്മി. വിജയെ കാണാൻ വന്നതാണ്. അതുകൊണ്ടാണ് ഈ 1.5 വയസ്സുള്ള കുട്ടികൾ, അതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികൾ, നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി യോഗത്തിന് വരുന്നതാണെങ്കിൽ സ്വാഭാവികമായും അത്ര ചെറിയ കുഞ്ഞുങ്ങളുമായി വരില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയോടൊപ്പം തന്നെ ഈ വിജയ് എന്ന അവരുടെ ഒരു സൂപ്പർ സ്റ്റാറിനെ, ഇളയ ദളപതിയെ കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ വന്ന ആളുകളാണ് വലിയൊരു ശതമാനം, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും എന്നുള്ളതാണ്. അത് ആണ് ഈ അപകടത്തിന്റെ ഒരു തീവ്രത വർദ്ധിപ്പിച്ചത് എന്നുള്ളതിൽ സംശയമില്ല. ഈ പാർട്ടിയുടെ, ഈ വിജയുടെ പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് ഞങ്ങൾ 10,000 ആളുകളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം എന്ന നിലയ്ക്കാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇത് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നതിൽ സംശയമില്ല. കാരണം ഈ DMKയെ ചോദ്യം ചെയ്ത് BJPയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ കുറച്ച് മാസങ്ങളായി അദ്ദേഹം എല്ലാ ശനിയാഴ്ചകളിലും ഈ രീതിയിലുള്ള വലിയ പൊതുയോഗങ്ങൾ പ്രധാന പട്ടണങ്ങളിൽ, ജില്ലാ ആസ്ഥാനങ്ങളിൽ വെക്കുന്നു. അങ്ങോട്ട് 10,000-കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തുന്നു. അവരോട് തന്റെ രാഷ്ട്രീയം പറയുന്നു. അത് ഒരുപക്ഷെ DMKയും ADMKയും ഒക്കെ പറയുന്ന ദ്രാവിഡ രാഷ്ട്രീയമാണ്. അതോടൊപ്പം തന്നെ ഈ ദ്രാവിഡ രാഷ്ട്രീയം പറയുമ്പോൾ ഭരിക്കുന്ന DMKയുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നു. ADMK നിർജീവമായി കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് പരമാവധി ആളുകളെ തന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. BJPയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും പ്രശ്നങ്ങൾ കൃത്യമായി ഉയർത്തിക്കാട്ടുന്നു. ഈ രീതിയിലായിരുന്നു അദ്ദേഹം പോയിരുന്നത്. വലിയൊരു ആൾക്കൂട്ടം ഇനി കേരളത്തോടൊപ്പം തന്നെ ഈ 2026 ഏതാണ്ട് അതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയ ഒരു മാസ് മൂവ്മെന്റ് ആയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി മാറുന്നതിനിടയിലാണ് ഇത്തരമൊരു വലിയ അപകടം നടന്നത്. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ക്യാരവൻ ഉണ്ടായിരുന്നത്. എല്ലാ സ്ഥലത്തും ഈ സമാനമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ്. സ്റ്റേജ് ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു ക്യാരവാൻ വരും. ആ ക്യാരവാന് മുകളിൽ കയറി നിന്നുകൊണ്ട് അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറയും. അദ്ദേഹം